നമ്മുടെ അങ്കമാലി ടൗണിലെ നമ്മുടെ ഈ മുനിസിപ്പൽ കെട്ടിടം ഇങ്ങനെ കിടക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ വിഷമമുള്ള, നമുക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മോശക്കേടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും നഗരസഭാ ഭരണസമിതി അതിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് ഈ ഭരണസമിതി അധികാരമേറ്റെടുത്ത അന്ന് മുതൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇന്നിത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ മാത്യു തോമസ് ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹവും ഫ്രാൻസേട്ടനും ഒക്കെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര തവണ പോയിട്ടുണ്ട് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അങ്കമാലി നഗരസഭ ഭരണസമിതി അല്ലെങ്കിൽ അങ്കമാലി നഗരസഭ ഈ വർഷം നമുക്ക് ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലേറ്റവും മികച്ച നഗരസഭാ ഭരണസമിതിയായി അങ്കമാലി നഗരസഭ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ നഗരസഭ ഭരണസമിതിയെ ചെയർമാനും അതുപോലെ തന്നെ ഇതിൻ്റെ മുൻ ചെയർമാന്മാർ, ഈ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ ഈ വർഷം നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി അല്ലെങ്കിൽ ഈ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് നോക്കുമ്പോൾ വിഷമമുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഇവിടെ റോജി സൂചിപ്പിച്ചതുപോലെ പണിയുന്നതിനേക്കാൾ പാടാണ് പൊളിക്കാൻ. അപ്പോൾ പൊളിക്കാൻ നേരത്തെ ഒരു കാര്യം കൂടി തീരുമാനിക്കണം. പൊളിച്ചാൽ മാത്രം പോലെ എത്രയും വേഗം പണിയാനും തീരുമാനിക്കണം. അതിനുവേണ്ടി മുൻകൈ എടുത്ത ഇപ്പോഴത്തെ ചെയർമാൻ അടക്കം മുൻ ചെയർമാൻ അടക്കമുള്ള എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒട്ടേറെ പ്രഗത്ഭരിരുന്ന ഒരു സ്ഥലമാണ്. ബാബുവാണ് ഇവിടുത്തെ ആദ്യത്തെ ചെയർമാനായി തുടങ്ങിയത്. അതിനുശേഷം ഒട്ടേറെ ആളുകളിരുന്നു. നമുക്ക് ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടി ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ പ്രദേശം അങ്കമാലിക്ക് അനുയോജ്യമായ രീതിയിൽ അഴകോടുകൂടി ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് നടപ്പാക്കാൻ നമ്മുടെ ഈ കൗൺസിലിന് തന്നെ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു.